നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഫോട്ടോഗ്രാഫിയുടെ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഭാഗത്തെക്കുറിച്ചിട്ടാണ്. അതാണ് ലെൻസസ്. ഞാനിവിടെ ഒരു ചെറിയ നോട്ട് വെച്ചിട്ടുണ്ട് ഫോണിൽ, കാരണം ഒരു ഭാഗം വിട്ടുപോകാണ്ടിരിക്കാനായിട്ടാണ്. കാരണം ഇത് നമുക്കറിയണ പോലെ പലതരം ലെൻസസ് നമ്മൾ കാണുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പം അതിനൊന്ന് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടാണ്. അപ്പം ആദ്യം നമുക്ക് രണ്ട് തരം ലെൻസുകളെ പരിചയപ്പെടാം. ഈ രണ്ട് തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ പ്രൈം ലെൻസസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫിക്സഡ് ഫോക്കൽ ലെൻസസ് എന്ന് പറയും. അതായത് ഒരു ഫോക്കൽ പോയിന്റിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ലെൻസസ് ആണ് പ്രൈം ലെൻസസ്. അതായത് ഇപ്പോൾ ഒരു 85mm, 50mm, 35mm, 28mm ഇതെല്ലാതും പ്രൈം ലെൻസസ് ആണ്. ആ ഒരു 28mm അല്ലെങ്കിൽ ആ പറഞ്ഞ ഒരു ഫിക്സഡ് ഫോക്കൽ പോയിന്റിൽ മാത്രമേ ആ ലെൻസസ് വർക്ക് ചെയ്യുള്ളൂ. അതിനെ സൂം ചെയ്യാനോ ഇത് ചെയ്യാനോ പറ്റില്ല. അത് ഫിക്സ് ആയിട്ടിരിക്കും ഒരൊറ്റ പോയിന്റിൽ. രണ്ടാമത്തതാണ് സൂം ലെൻസസ്. നമുക്ക് ഒരു ഫോക്കൽ പോയിന്റിൽ നിന്ന് വേറൊരു ഫോക്കൽ പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെൻസുകളെയാണ് നമ്മൾ സൂം ലെൻസസ് എന്ന് പറയുക. ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ ലെൻസസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ഈ ഫോക്കൽ പോയിന്റ് വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ ഈ സൂം ആവുന്നത്, നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഭാഷയിൽ നമുക്ക് മനസ്സിലാവുക സൂം ആവുക എന്നുള്ളതാണ്. ഒരു വസ്തുവിലേക്ക് ഇങ്ങനെ നമുക്ക് സൂം ചെയ്ത് ഫോക്കസ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സൂം. പക്ഷേ ലെൻസുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ക്യാമറയെ സംബന്ധിച്ചിടത്തോളം സൂം ആവുക എന്ന് പറയുന്നത് ഒരു സാധനത്തിലേക്ക് നമ്മൾ സൂമായി പോവുകയല്ല, അല്ലെങ്കിൽ ഒരു സാധനത്തിനെ സൂമാക്കി കൊണ്ടുവരികയല്ല, മറിച്ച് ഒരു നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാത്തിനെയും കൂടെ ഒരു സ്ക്രീനാണെന്ന് വിചാരിക്കുക. ആ സ്ക്രീനിനെ മെല്ലെ ക്രോപ്പ് ചെയ്ത് കൊണ്ടുവരലാണ്. മനസ്സിലാക്കുക, നമ്മളൊരു വസ്തുവിനെ സൂം ചെയ്യുകയല്ല ക്യാമറയുടെ ലെൻസസ് ഉപയോഗിച്ച് ചെയ്യുന്നത്, മറിച്ച് ഒരു വൈഡ് ഫ്രെയിമിന്, അല്ലെങ്കിൽ കാണുന്ന നമ്മളുടെ അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിലുള്ള എല്ലാതും കൂടെ കാണുന്ന ഭാഗത്തിനെ ക്രോപ്പ് ചെയ്ത് കൊണ്ടുവരലും വൈഡ് ചെയ്ത് കൊണ്ടുവരലുമാണ് ചെയ്യുന്നത്. അപ്പം ക്രോപ്പ് ആവും തോറും ആ ക്രോപ്ഡ് ആയിട്ടുള്ള സ്ഥലത്തുള്ള ഇമേജ് മാത്രമേ കാണുള്ളൂ. വൈഡ് ആവും തോറും അത്രയും ഏരിയയിലെ ഇമേജസ് കാണും. ഈ ഒരു ബേസിക് മനസ്സിലാക്കിയാലാണ് ലെൻസസിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണിത് ഇപ്പോൾ പ്രത്യേകം പറഞ്ഞത്. അപ്പം നമ്മൾ പ്രൈം ലെൻസുകൾ അല്ലെങ്കിൽ ഫിക്സഡ് ഫോക്കൽ ലെൻസുകൾ കണ്ടു. രണ്ടാമത്തത് നമ്മൾ സൂം ലെൻസുകളെയും കണ്ടു. ഇനി ഈ സൂം ലെൻസുകളിൽ രണ്ട് തരക്കാരുണ്ട്. അതിൽ ഒരു കൂട്ടരാണ് ഫിക്സഡ് അപ്പാർച്ചർ ലെൻസസും വേരിയബിൾ അപ്പാർച്ചർ ലെൻസസും. ഈ വേരിയബിൾ അപ്പാർച്ചർ ലെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് സൂമിനോ സൂം ഔട്ടോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അപ്പാർച്ചർ എന്താണെന്ന്, വാതിൽ അടഞ്ഞ് തുറക്കുന്ന ഇതാണ്. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുകയുണ്ടായി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി, നമ്മളുടെ ക്യാമറയിലേക്ക് കയറുന്ന ലൈറ്റിൻ്റെ ക്വാണ്ടിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത് അപ്പാർച്ചറാണ്. അപ്പം ആ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ലെൻസ് സൂം ചെയ്യും വൈഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത്. സൂം ചെയ്യുമ്പോൾ വൈഡായിരിക്കുന്ന അത്ര ലൈറ്റ് ആ ലെൻസിൻ്റെ ഉള്ളിൽ കൂടെ കയറില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രാക്ടിക്കലി അപ്പർച്ചർ പോയിൻ്റ് വ്യത്യാസം വന്നു, അവിടെ മെക്കാനിക്കലി വന്നിട്ടില്ലെങ്കിലും. അങ്ങനെ വരുന്ന ലെൻസുകളെ നമ്മൾ വേരിയബിൾ അപ്പർച്ചർ ലെൻസസ് എന്ന് പറയും. ഇനി രണ്ടാമത്തേതാണ് ഫിക്സഡ് അപ്പർച്ചർ ലെൻസസ്. നമ്മൾ എന്ത് സൂം ചെയ്താലും എന്ത് വൈഡ് ചെയ്താലും കയറുന്ന ക്വാണ്ടിറ്റി ഓഫ് ലൈറ്റ് ഒന്നായിരിക്കും.
അപ്പം അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? അത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ലെൻസസ്, അത്രയും ട്രാൻസ്പെറൻ്റ് ആയ അത്രയും ഹൈ ക്വാളിറ്റിയുള്ള ലെൻസസ് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോഴാണ് അത് സാധ്യമാവുള്ളൂ. ഓട്ടോമാറ്റിക്കലി ആ ലെൻസസ് കൂടുതൽ കോസ്റ്റ്ലി ആയിരിക്കും. അതേസമയം നമ്മളുടെ വേരിയബിൾ അപ്പാർച്ചറുള്ള സൂം ലെൻസസ് കുറച്ചും കൂടെ അഫോർഡബിളും ആയിരിക്കും, കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ചീപ്പറും ആയിരിക്കും. നമ്മളുടെ ക്യാമറയുടെ ഒപ്പം കിട്ടുന്ന ഒട്ടുമിക്ക ലെൻസസും, ഫ്രീ ആയിട്ട് തരുന്ന ഒട്ടുമിക്ക ലെൻസസും വേരിയബിൾ അപ്പാർച്ചർ ലെൻസസാണ്. വേരിയബിൾ അപ്പാർച്ചർ ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വേസ്റ്റ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ഈ ഒരു പ്രശ്നം അതിനുണ്ടെന്ന് മാത്രം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റിൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം വരും. അല്ലെങ്കിൽ നമ്മളൊരു 1.2 അല്ലെങ്കിൽ അത്രയൊന്നും മറ്റേ വേരിയബിൾ അപ്പാർച്ചറിൽ വരില്ല. ഒരു 3 ഒക്കെ തുറന്നു വെച്ചിട്ടുള്ള ലെൻസിൽ നമ്മൾ സൂം ചെയ്യുന്നതോറും ആ 3 കിട്ടില്ല, 4.5 5.6 ഒക്കെ ആയിട്ടത് മാറും. അപ്പം ഇതാണ് വേരിയബിൾ അപ്പാർച്ചർ ലെൻസ് എന്ന് പറയുന്ന കാറ്റഗറിയും ഫിക്സഡ് അപ്പാർച്ചർ കാറ്റഗറിയും. ഫിക്സഡ് അപ്പാർച്ചർ ഓഫ് കോഴ്സ് കോസ്റ്റ്ലി ആയിരിക്കും. ഇനി അടുത്തതാണ് നമ്മളുടെ നോർമൽ ലെൻസ് എന്ന് പറയുന്ന ഒരു ലെൻസിനെ നമുക്ക് പരിചയപ്പെടാം. ഇതൊരു പ്രൈം ലെൻസാണ്, ഒരു ഫിക്സഡ് ഫോക്കൽ ലെൻസാണ് നോർമൽ ലെൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിന് നോർമൽ ലെൻസ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്യാമറയുടെ ഫിലിം സൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലെൻസിൻ്റെ സൈസ് പറയുന്നതെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഫിലിം ഉണ്ടായിരുന്ന കാലത്താണ് നമ്മൾ ഈ ലെൻസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഫിലിമിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35 mm ആണ്. ഈ 35 mm ഒരു ഇമേജ് എങ്ങനെ റിഫ്ലക്റ്റ് ആവുന്നു എന്നുള്ളതിനെ നോക്കിയിട്ടാണ് നമ്മൾ ലെൻസിനെ നിർണ്ണയിച്ചിരുന്നത്. അപ്പോൾ 35 mm ക്യാമറയിൽ 35 mm തന്നെയുള്ള ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള പിക്ചർ അതേപോലെ ക്യാമറയുടെ ഉള്ളിലേക്ക് പതിയും. അതുകൊണ്ട് 35 mm ലെൻസിനെയാണ് നമ്മൾ നോർമൽ ലെൻസ് എന്ന് പറയുക. പക്ഷേ അപ് ടു 50 mm വരേക്കും നമ്മൾ നോർമൽ ലെൻസ് തന്നെയാണ് അതിന് ഉപയോഗിക്കുക. കാരണം 50 mm വരെ വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും അതിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അപ് ടു 50 mm നോർമൽ ലെൻസാണ്. 50 mm മുകളിലേക്ക് പോകുന്നതെല്ലാം ടെലെ ലെൻസസും 50 mm താഴത്തേക്ക് വരുന്നതെല്ലാം വൈഡ് ആംഗിൾ ലെൻസസുമാണ്. ഈ ടെലി ലെൻസ് വൈഡ് ആംഗിൾ ലെൻസിന് ഒരു ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട്. പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, മനസ്സിലാക്കിയാൽ വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ 35 mm വൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മെല്ലെ അത് ഇമേജിനെയും കൂടെ, കാരണം അവിടെ ലെൻസിലൊരു ചെറിയ കർവ് സംഭവിക്കും, അതുകൊണ്ട് തന്നെ അത് ഇമേജിനെ മെല്ലെ വശങ്ങളിലേക്ക് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങും മെല്ലെ. അതുപോലെ 50 mm മുകളിലേക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജിനെ മെല്ലെ ഒന്ന് ചുരുക്കാനും തുടങ്ങും. ബ്യൂട്ടിഫൈ ചെയ്യണ സമയത്ത്, ഒരാളുടെ ഫോട്ടോ ഭംഗിയിലെടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഒതുക്കി കൊടുക്കുന്നത് ഭംഗി കൂട്ടും, കുറച്ചൊന്ന് വലുതാക്കി കൊടുക്കുന്നത് ആളുടെ ആകാരശേഷി വർദ്ധിപ്പിക്കും. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ ഒരു നായകനെയൊക്കെ കാണുന്ന സമയത്ത് അയാളുടെ ഒരു എന്താ പറയുക, ഒരു സൂപ്പർ ആകാര വടിവൊക്കെ ഉണ്ടാകുന്നത് ഓഫ് കോഴ്സ് അവർക്കുണ്ടാവും, അതില്ല എന്നുള്ളതല്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ആസ് എ ഫോട്ടോഗ്രാഫർ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ വൈഡ് ആംഗിൾ ലെൻസസ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ ഭംഗിയുള്ള, അവർക്ക് ഭംഗിയില്ല എന്നല്ല വീണ്ടും, പക്ഷേ അവരുടെ ഭംഗി ഒന്നുകൂടെ കൂട്ടാനായിട്ട്, നായകന്മാരെ ആണെങ്കിലും മറ്റുള്ളവരെ ആണെങ്കിലും ഭംഗി ഒന്നുകൂടെ കൂട്ടാനായിട്ട് നമ്മൾ ചെറുതായിട്ട് സ്ക്യൂസ് ചെയ്യും തോറും ആളുകളുടെ ഭംഗി കൂടി വരും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് സ്ക്യൂ ആവണ തരത്തിൽ അല്ലെങ്കിൽ ടെലി ലെൻസുകളെ ഉപയോഗിക്കും. ഈ ടെലി ലെൻസസിൽ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുക നോർമലി ഒരു 80 mm ലെൻസാണ്. ആ 80 mm ലെൻസ് അതുകൊണ്ട് തന്നെ ബ്യൂട്ടി ലെൻസ് എന്നും കൂടെ ആ കാറ്റഗറി ഓഫ് ലെൻസസിന് നമ്മൾ പറയും. കാരണം അതൊരാളെ ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ലെൻസസിലൊന്നായതുകൊണ്ടാണ് അതിനെ ബ്യൂട്ടി ലെൻസസ് എന്ന് പറയുന്നത്.
പോർട്രേറ്റ് എടുക്കാനായിട്ട് എപ്പോഴും നല്ലത് ഒരു 70+ വരുന്ന ലെൻസസാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒതുങ്ങി വരുമ്പോൾ പോർട്രേറ്റിനൊരു വല്ലാത്ത ഭംഗിയായിരിക്കും. അപ്പം അടുത്തേക്ക് നമുക്ക് കിടക്കാം. അതിൻ്റെ ഒപ്പം ഞാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിത് വൈഡ് ആംഗിൾ ലെൻസസ് ഇതിന് മാത്രമല്ല ലാൻഡ്സ്കേപ്പ് എടുക്കുന്ന നേരത്തും മറ്റുള്ളതിലൊക്കെ ഈ പരന്ന കാഴ്ചയും കുറച്ച് സ്ട്രെച്ചഡ് ആയിട്ടുള്ള അവസ്ഥയും നല്ല ഭംഗി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ വൈഡ് ആംഗിൾ ലെൻസസ് ആ സമയത്തും നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. കണ്ണടയിൽ റിഫ്ലക്ഷൻ ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണത് മാറ്റിയത്. അപ്പം എന്താ പറയുക, നമ്മളുടെ നല്ലൊരു ലാൻഡ്സ്കേപ്പൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് ഏറ്റവും നല്ലത് ഒരു വൈഡ് ആംഗിൾ ലെൻസസാണ് സൂം ലെൻസസിനേക്കാളും. ഇനി ഒരു സ്പെഷ്യൽ കാറ്റഗറി ലെൻസസാണ് നമ്മളുടെ ഫിഷ് ഐ ലെൻസസ് എന്ന് പറയും. വൈഡ് കുറച്ചും കൂടെ വൈഡായി പോയാലത്തെ അവസ്ഥയാണ് ഫിഷ് ഐ ലെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 180 അടുത്ത് നിൽക്കുന്ന വരെയുള്ള ഭാഗങ്ങളെ കവർ ചെയ്യാൻ കഴിയുന്ന ലെൻസസിനെയാണ് നമ്മൾ ഫിഷ് ഐ ലെൻസസ് എന്ന് പറയുക. എന്തുകൊണ്ട് ഇതിനെ ഫിഷ് ഐ എന്ന് പറയുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിഷിൻ്റെ ഐ പോലെ ഈ ഒരു കർവിലാണ് ആ ലെൻസിൻ്റെ ഷേപ്പ്. അതുകൊണ്ട് തന്നെ ഈ വശങ്ങളെല്ലാം സൈഡിലേക്ക് സ്ട്രെച്ച് ആയിട്ടിരിക്കും ഈ ലെൻസിൽ. മീൻ എങ്ങനെയാണോ കാണുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല, പക്ഷേ അതുകൊണ്ട് ഇതിനെ ഫിഷ് ഐ ലെൻസ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ആയിരിക്കും മീൻ അങ്ങനെ ആയിരിക്കും കാണുക അല്ലേ, കാരണം അതിൻ്റെ കണ്ണെങ്ങനെയായതുകൊണ്ട് ചിലപ്പം കുറച്ച് സ്ട്രെച്ചഡ് ആയിട്ടുള്ള രൂപത്തിലായിരിക്കും അത് കാണുന്നുണ്ടാവുക. അപ്പം എന്തായാലും ഇവിടെ ഫിഷ് ഐ ലെൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. ആ സർക്കിൾ ആകൃതിയിൽ തന്നെ, സർക്കിൾ ആകൃതി എന്ന് പറയാൻ കാരണമുണ്ട്, ഈ ഇമേജ് കംപ്ലീറ്റ് വശങ്ങളിലേക്ക് സ്ട്രെച്ചഡ് ആയിരിക്കും മറ്റേ ഫിഷ് ഐ ലെൻസസ് ഉപയോഗിക്കുമ്പോൾ. അടുത്ത ലെൻസാണ് റെക്ടോ ലൈഫ് ലീനിയർ ലെൻസസ് എന്ന് പറയുന്നത്. ഇത് ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല ലെൻസ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനുള്ള സാധനമാണ്. അതായത് ഈ ലെൻസിനെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫിഷ് ഐ ലെൻസസ് ഒരു സർക്കുലാർ ആകൃതിയിലാണ് സൈഡിലേക്ക് സ്ട്രെച്ച് ആവാന്നുണ്ടെങ്കിൽ, ഈ റെക്ടോ ലെൻസസ് 2 സൈഡിലേക്ക് മാത്രമേ സ്ട്രെച്ച് ആവുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഓഫ് കോഴ്സ് നമുക്കറിയാം അത് പിക്ചറിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം ഭയങ്കരമായിരിക്കും. ഇതുവരെ എനിക്കത് ഉപയോഗിക്കാനുള്ള ഭാഗം കിട്ടിയിട്ടില്ല, എന്തായാലും ഉപയോഗിച്ച് നോക്കണമെന്നുണ്ട്. ഇനി ഈ ഫിഷ് ഐ ലെൻസസ് നമ്മൾ നോർമലി എപ്പോഴും ഉപയോഗിക്കുക, ഓഫ് കോഴ്സ് ലാൻഡ്സ്കേപ്പിനും, ഈവൻ എന്താ പറയുക കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈവൻ എന്താ പറയുക പോർട്രേറ്റ് എടുക്കാൻ വരെ ഫിഷ് ഐ ഉപയോഗിക്കാം. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. പക്ഷേ ഇത് വളരെ മനോഹരമാക്കുന്ന ഒരു ഏരിയ ഉണ്ട് ആർക്കിടെക്ചർ ഫോട്ടോഗ്രാഫിയിൽ. ഒരു വല്ലാത്ത എഫക്ട്സ് ഒക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് ഫിഷ് ഐ ലെൻസ് കൊണ്ട് നമുക്ക് പറ്റും. പക്ഷേ ലാസ്റ്റ് വീഡിയോ ഒന്ന് കാണുമ്പോൾ ഇതേപോലെയാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരരുതെന്ന് മാത്രം. കാരണം അതിനൊക്കെ അത്രയും വ്യത്യാസം ശരിക്കും ഫിഷ് ഐ ലെൻസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കും. ഇനി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്രോ ലെൻസസ് ആണ്. മാക്രോ ലെൻസസ് ഈ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ശരിക്കത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഇമേജിൻ്റെ വളരെ അടുത്തുനിന്ന് പോലും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു ലെൻസ് വെച്ചിട്ട് നമ്മൾ സൂം ചെയ്ത് നോക്കില്ലേ, അതുപോലെ ക്ലാരിറ്റിയിൽ ഒരു ഇമേജിനെ വളരെ അടുത്തേക്ക് ചെല്ലാൻ ശേഷിയുള്ള ലെൻസസാണ് മാക്രോ ആംഗിൾ ലെൻസസ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ഇമേജിൻ്റെ അടുത്തേക്ക് വളരെ അപ്പം അതിൻ്റെ ഡീറ്റെയിൽ അത്രയും വ്യക്തമായിട്ട് നമുക്ക് പകർത്താൻ കഴിയും. ലൈക്ക് നമ്മളൊരു ലെൻസ് വെച്ചൊരു സാധനത്തിനെ സൂം ചെയ്ത പോലെ പകർത്താൻ കഴിയും നമ്മൾ മാക്രോ ലെൻസസ് ഉപയോഗിക്കുന്ന സമയത്ത്. അത് എസ്പെഷ്യലി ഈ ഗോൾഡ് അങ്ങനെയുള്ള, അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളെ വലുതാക്കി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാക്രോ ലെൻസസ് ആണ് നോർമലി ഉപയോഗിക്കുക. നോർമലി മാക്രോ ലെൻസസ് എല്ലാം പ്രൈം ലെൻസസിൻ്റെ പ്രൈം ലെൻസസ് ആയിരിക്കും. പക്ഷേ ഓഫ് കോഴ്സ് സൂമിലും മാക്രോ ഉള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്.
അടുത്തത് സൂപ്പർ ടെലഫോട്ടോ ലെൻസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. കൂടുതലും ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഉപയോഗിക്കുന്ന കൈൻഡ് ഓഫ് ലെൻസസ് ആണ് നമ്മുടെ സൂപ്പർ ടെലഫോട്ടോ ലെൻസസ് എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രീം സൂമിലേക്ക് പോകാൻ പറ്റുന്നത്. നമ്മളൊരു 300 വരെയൊക്കെ നമ്മൾ നോർമലി ഒരു സൂമായിട്ട് കണക്കാക്കെങ്കിൽ 600+ അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നത്. അതായത് വളരെ അകലെ നിന്നിട്ട് ജീവികളെയൊക്കെ ഫോട്ടോ എടുക്കാൻ, കാടിൻ്റെ ഉള്ള ജീവികളെയൊക്കെ ഫോട്ടോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ലെൻസസാണ് കൂടുതൽ. അതിന് നമ്മൾ സൂപ്പർ ടെലഫോട്ടോ ലെൻസസ് എന്ന് പറയും. ഇതിൽ സൂം ലെൻസസ് ഉണ്ട് ഓഫ് കോഴ്സ്. കാരണം നമ്മൾ കണ്ടിട്ടില്ലേ മറ്റേ നാഷണൽ ജിയോഗ്രഫിക്കാരൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുന്ന സാധനങ്ങളൊക്കെ ഇതാണ്. ഞാനും അത്രയും സൂം പോകുന്ന ലെൻസസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മളുടെ മാക്സിമം 300 വരെയാണ്. അപ്പോൾ 300 വരെ എന്ന് പറയുമ്പോഴും ഇതിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ പറയേണ്ടായി സെൻസറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മളുടെ സൂമിൻ്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ അത് സൂം കൂട്ടാനൊക്കെ സെൻസർ കുറയ്ക്കുന്നത് ഇച്ചിരി ബുദ്ധിപരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പം നമ്മളുടെ ക്രോപ്ഡ് സെൻസർ ക്യാമറകളിൽ ഞാൻ ഉപയോഗിക്കുന്നത് 75,000 ആണ്. D7500 എന്ന് പറയുന്ന നൈക്കൻ്റെ മോഡലാണ്. ഇതൊരു ക്രോപ്ഡ് സെൻസർ ക്യാമറയാണ്. അപ്പം ഒരു ക്രോപ്ഡ് സെൻസർ ക്യാമറയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് 300 എന്നുള്ളത് 450 ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചും കൂടെ വൈഡായിട്ട് സൂമുള്ളത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നോർമലി ഇവിടെ വരെയാണ് നമ്മളുടെ ലെൻസസ്. ഇനി ഇതിൽ നമ്മൾ ഈ കിറ്റ് ലെൻസസ് എന്ന് പറയുന്ന ലെൻസസ് നോർമലി കമ്പയർഡ് ടു മറ്റുള്ള ലെൻസസ് ആയിട്ട് ഇത് ചീപ്പറാണ്. കാരണം നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ അപ്പർച്ചർ വേരി ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ശരിക്കും ഒരു പ്രൈം ലെൻസസ് ആണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ലെൻസസ് എന്ന് പറയുന്നത്. കാരണം അതിനെ നമുക്ക് ഫാസ്റ്റ് ലെൻസസ് എന്ന് കൂടെ വിളിക്കാം. കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ വേഗത്തിൽ വെളിച്ചം കടന്നു പോകും. അവിടെ ഒരു ചെറിയ കാര്യം, ഫാസ്റ്റ് ലെൻസ് എന്ന് അങ്ങനെ പറയുമ്പോൾ അത് അപ്പർച്ചർ കുറച്ചും കൂടെ കൂടുതൽ, ക്വാളിറ്റി ഓഫ് ലൈറ്റ് കൂടുതൽ കടത്തിവിടാൻ പറ്റുന്നത്. അതായത് 1.8, 1.4 ഒക്കെ 2.8 തൊട്ടിട്ട് ഇങ്ങോട്ട് നമുക്ക് ഫാസ്റ്റ് ലെൻസസ് ആണെന്ന് പറയാം. ക്വാളിറ്റി ഓഫ് ലൈറ്റിനെ കൂടുതൽ കടത്തിവിടാൻ ആ ലെൻസസിന് പറ്റും. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഫാസ്റ്റ് ലെൻസസ് എന്നും കൂടെ പറയും. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മറ്റുള്ള ലെൻസസ് കുറച്ച് സ്ലോ ആയിട്ട് പെർഫോം ചെയ്യുന്ന ലെൻസസുമാണ്. ഇത് പ്രത്യേകിച്ചും ഫോട്ടോയുടെ ക്വാളിറ്റീനെ, അതായത് പ്രൊഫഷണൽ ലെവലിലേക്ക് വരുമ്പോൾ ഫോട്ടോയുടെ ക്വാളിറ്റീനെ ഇത് വല്ലാതെ ബാധിക്കും. ഈ സ്പോർട്സൊക്കെ ചെയ്യുന്ന നേരത്ത് ഈ അപ്പർച്ചറൊക്കെ, അതായത് സൂം ലെൻസ് ഉപയോഗിക്കുന്ന നേരത്തൊക്കെ ഈ അപ്പർച്ചറിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത ഇഷ്യൂസാണ്. അപ്പം അങ്ങനെയുള്ളവരുടെ കയ്യിലേക്ക് ഇരിക്കുന്നത് നമ്മൾ കണ്ടാവും. നൈക്കൻ്റെ ഏകദേശം ഒരേ കളറാണ്, പക്ഷേ മറ്റുള്ളതിലേക്കും നൈക്കണ്ടും ഉണ്ട് വേറെ കളർ. ഒരു വൈറ്റ് കയറി വരുന്ന ലെൻസസ് എല്ലാം ശരിക്കും ഓട്ടോമാറ്റിക്, അങ്ങനെ പറയല്ല, പക്ഷേ ആ കാറ്റഗറി ലെൻസസൊക്കെ കുറച്ച് കോസ്റ്റ്ലി ലെൻസസാണ്, അല്ലെങ്കിൽ ഫിക്സഡ് അപ്പർച്ചറുള്ള ലെൻസസാണ്. ഇപ്പം ഇത്രയും ലെൻസുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ ഉപയോഗങ്ങളും കുറച്ച് നമ്മൾ പരിചയപ്പെട്ടു. കുറച്ചും കൂടെ നമുക്ക് ഉപയോഗങ്ങളിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഈ സൂം ലെൻസും ഫിക്സഡ് ലെൻസും എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. നമ്മളുടെ മുന്നിൽ, എൻ്റെ മുന്നിലൊക്കെ ആദ്യം ഉണ്ടായിരുന്ന വലിയൊരു ചോദ്യം. ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ കാണുന്നുണ്ട് 18-300 സൂമൊക്കെയുള്ള ലെൻസസ് കാണുന്നുണ്ട്. അപ്പം ഇത്രയും ഫോക്കൽ ലെങ്ത് ഉപയോഗിക്കാനായിട്ട് ഒറ്റ ലെൻസ് പോരെ? ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ലെൻസിനെ സൂം ചെയ്യുകയാണെങ്കിൽ ആ സൂം ചെയ്യുന്നതിൻ്റെ ഒപ്പം ബാക്ക്ഗ്രൗണ്ട് മെല്ലെ ക്ലോസ് ആയി വരാൻ തുടങ്ങും. സൂം ചെയ്ത് നോക്കുക, ഒരു വ്യക്തിയുടെ എന്നെ നിർത്തിയിട്ട് നമ്മൾ ലെൻസ് സൂം ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ബാക്കിലേക്കുള്ള ദൂരം, ബാക്കിലൊരു ചുമരോ അല്ലെങ്കിൽ ബാക്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റോ ഉണ്ടെങ്കിൽ ആ ദൂരം മെല്ലെ 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 കുറഞ്ഞു വരാൻ തുടങ്ങും. അത് സൂം ചെയ്യുന്നതിൻ്റെ ഒരു വലിയ, അതേപോലെ സൂം ഔട്ട് ചെയ്യുന്ന നേരത്തെ ഇത് അകന്ന് പോകാനും തുടങ്ങും. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നിലവിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമുക്കൊരിക്കലും സൂം ലെൻസിൽ കിട്ടില്ല. അത് ഫിക്സഡ് ലെൻസിൽ മാത്രമേ, ഫിക്സഡ് ഫോക്കൽ ലെൻസിൽ അല്ലെങ്കിൽ പ്രൈം ലെൻസസിൽ മാത്രമേ അത് നമുക്ക് കിട്ടുള്ളൂ. അപ്പം
ഒരൊറ്റ കാര്യം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഫോട്ടോസിൽ നമ്മൾ മാക്സിമം ഡെപ്ത് ഓഫ് ഫീൽഡ് എടുത്തുകൊണ്ടിരാൻ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ 3 ഡയമെൻഷൻ, നമുക്കറിയാം ഫോട്ടോ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷൻ ഏരിയയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്കൊരു 3 ഡയമെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ബാക്കിലുള്ള ഇത് ഇച്ചിരി അകലെയാണ് ഇരിക്കുന്നത്, ഞാനിവിടെയാണ്, എൻ്റെ ഫ്രണ്ടിലാണ് ഈ മൈക്കിൻ്റെ ഇതിരിക്കുന്നത്, ഞാനിപ്പോൾ കൈ വെച്ചിട്ടുള്ളത് ക്യാമറയുടെ അടുത്താണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്നോട്ട് ഇവിടം വരും. ശരിക്കും നമ്മളൊരു 2 ഡയമെൻഷനിലാണ് കാണണമെങ്കിലും ഇവിടെ ഒരു വലിയ വേരിയേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 3 ഡയമെൻഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ 3 ഡയമെൻഷൻ ഫീൽ ചെയ്യുന്നതിൻ്റെ അളവ് കുറഞ്ഞു വരും. നമുക്കതൊരു 3 ഡയമെൻഷനായിട്ട് ഫീൽ ചെയ്യാതെ ആയി വരാൻ തുടങ്ങും നമ്മൾ സൂം ചെയ്യും തോറും. അപ്പം ഇത്ര ആണ്. ഞാൻ ഓരോരെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ചാപ്റ്ററായിട്ട് നമുക്ക് വീണ്ടും ചെയ്യാം. ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ വീണ്ടും കാണാം. താങ്ക് യു.